ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ 1 മന്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ അറേക്ക് എന്തുണ്ട്, ഇൻഡെക്സ് ഉണ്ട്. ആ കൂടിയിൽ എല്ലാ ഒരു 5 എന്തുണ്ട്. ഹായ്, ഇന്ന് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക്. അതാണ് ആദ്യം നിങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ബിക്കോസ് നമ്മൾ ഇത്രയും അച്ചീവ് ചെയ്യാനുള്ള കാരണക്കാരങ്ങളാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ നമ്മളെ അത്ര രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ 1 മന്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഓൾ. പിന്നുള്ള കാര്യം പറയാൻ വെച്ചത്, നമ്മൾ 2 ദിവസമായിട്ട് അല്ല 1 ഡേ ആയിട്ട് നമുക്ക് ഇന്നലെ ഒന്നും നമ്മൾ വീഡിയോ ഇട്ടിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഇലക്ട്രിസിറ്റി ഒന്നും നമുക്ക് എന്തായിട്ടില്ല, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ആ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. പക്ഷേ നമ്മൾ ഇനി മുതൽ അതൊക്കെ ആദ്യം തന്നെ കണ്ട് മനസ്സിലാക്കി അത് ആ രീതിയിലാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസ് എന്ത് ചെയ്യും, എന്നും ഇറങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിച്ചത് എന്താ വെച്ചാൽ അറയാണ് അല്ലേ. അതായത് ഒരു അറ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് പറയാൻ പോകുന്നത്, അതേപോലെ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ അറയ്ക്ക് എന്തുണ്ട്, ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സ് തുടങ്ങുന്നത് 0th പൊസിഷൻ മുതലാണ്. 0, 1, 2, 3 എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന അറേനെ ഡിക്ലെയർ ചെയ്യുന്ന രീതി നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. നമുക്ക് വേറെ ഒരു ടൈപ്പിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അറേനെ ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അറേ ഉണ്ടാകുമ്പോൾ തന്നെ അറേക്ക് മൾട്ടിപ്പിൾ പൊസിഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ എത്രയാണോ വാല്യൂസ് ആഡ് ചെയ്യുന്നത് അത്രയും വാല്യൂസ് ഇങ്ങനെ, അതായത് അറേൻ്റെ സൈസ് കൂടിക്കൊണ്ടേ പോകും അല്ലേ. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഒരു ലെങ്ത്ത് ഇല്ലെങ്കിൽ ഒരു സൈസ് നമുക്ക് അറേക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. എന്നാലാണ് ഒന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവുക. അതിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോസിൽ ഒരു ഡാറ്റ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ വാല്യൂസും അസൈൻ ചെയ്യേണ്ടതെന്ന് അല്ലേ. ഒരു ഇൻറ്റീജർ ആണെങ്കിൽ, അതായത് നമ്പർ ആണെങ്കിൽ നമ്മൾ ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിലാണ് മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യുന്നത് അല്ലേ. ഇനി സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്ങിന് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ സ്ട്രിങ്സ് വാല്യൂ ആഡ് ചെയ്യുന്നത് സ്ട്രിങ്സ് എന്നുള്ള ഡാറ്റ ടൈപ്പിലാണ് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനും അങ്ങനെ തന്നെയാണ്. ഇൻറ്റ് എന്നുള്ള വേരിയബിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് സൈസാണ്, ഒരു 5 സൈസ് എന്നുള്ള 5നേക്കാളും കൂടിയാൽ എന്ത് ചെയ്യും, അപ്പം എറർ ത്രോ ചെയ്യും. അപ്പോൾ നമുക്ക് പറ്റൂല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഇന്ന് ചെയ്ത് നോക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ എന്ത് ചെയ്യും, നമുക്കൊരു ഡാറ്റ ടൈപ്പാണ് വേണ്ടത്. ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന്. ഓക്കെ, ഇൻറ്റ് എന്ന് വെച്ചാൽ നമ്പറാണ്. അപ്പോൾ നമ്പറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരു വേരിയബിൾ നെയിം. ഓക്കെ, വേരിയബിൾ നെയിം ഞാൻ എന്ന് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ARR എന്ന് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ARR, അറേൻ്റെ ഷോർട്ട് ഫോമായിട്ട് ഞാൻ ARR എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്തായി, നമുക്ക് ഇൻറ്റീജർ ആണെന്നുള്ള വേരിയബിൾ എന്തായി ഡിക്ലെയർ ആയിട്ടുണ്ട്. ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പും അതുപോലെ ARR എന്നുള്ള വേരിയബിൾ നെയിം കൊടുത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമുക്കിതിന് പറഞ്ഞു കൊടുക്കണ്ടേ ഇത് അറയാണ്, ഈ ഡാറ്റ ടൈപ്പ്, അതായത് ഈ പറയുന്ന വാല്യൂ അറയാണ് നമുക്ക് മനസ്സിലാക്കാൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടി എഴുതും. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടങ്ങൾ മനസ്സിലാക്കുക അത് അറയാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്താണ് കൊടുത്തു. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റും കൊടുത്തതിന് ശേഷം നമുക്ക് മനസ്സിലായത് അറയാണ് വാല്യൂ നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്തത്, സൈസ് വെക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു, 1, 2, 3, 4, 5. ഓക്കെ, ഇപ്പോൾ ഈ അറേൻ്റെ സൈസ് എത്ര, ലെങ്ത് എത്ര, 1, 2, 3, 4, 5 ആണ്. ഇൻഡെക്സ് മുതലാണ് തുടങ്ങുമെങ്കിൽ 5 ആണ് നമ്മൾ അറേൻ്റെ സൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു അറേഞ്ച് സൈസ് 5 ആവണം എന്നുള്ളത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ എന്നുള്ള ഒരു ഓപ്പറേറ്റർ നമ്മൾ കൊടുക്കണം. കൊടുത്തതിന് ശേഷം വീണ്ടും എന്താണോ നമ്മളെ ഡാറ്റ ടൈപ്പ്, ആ ഡാറ്റ ടൈപ്പാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇൻറ്റ്, നമ്മളെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് അല്ലേ, നമ്മൾ നമ്പറല്ലേ വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റ് കൊടുത്തതിന് ശേഷം
വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യും, ഞാൻ 5 എന്ന് കൊടുക്കുന്നു. മനസ്സിലായോ? 5 എന്ന് കൊടുത്തു. അപ്പം എന്തായി, ഈ അറേൻ്റെ ലെങ്ത് 5 ആയി മാറി. അപ്പോൾ ഇൻഡെക്സ് 0 മുതൽ 4 വരെ നമുക്ക് എന്ത് ചെയ്യാം, പോവാൻ പറ്റും. മനസ്സിലായോ? ഇൻഡെക്സ് നമ്മൾ തുടങ്ങുന്നത് എപ്പോഴാണ്? 0 മുതൽ. ഇപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് വെച്ചാൽ എത്ര? 0th പൊസിഷൻ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. മനസ്സിലാവും? അപ്പോൾ ഈ 4 സൈസ് അല്ലാത്ത ഒരു 5 സൈസ് ആഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, എറർ ത്രോ ചെയ്യും. അത് പറ്റൂല. കാരണം എന്താ, അറേൻ്റെ സൈസ് 5 ആണ്. 5നേക്കാളും കൂടാൻ പറ്റൂല. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായി. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അറേൻ്റെ സൈസ് മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. പക്ഷെ അറേക്ക് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഓരോ സംഭവങ്ങൾ വാല്യൂ ആഡ് ചെയ്തിട്ടില്ല. എവിടെയും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഇനിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 0th പൊസിഷനിൽ എന്താണ് വേണ്ടത്, 1th പൊസിഷനിൽ എന്താ, 2, 3, 4, 5 എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ARR ഓഫ് 0 ഇപ്പം എന്തായി മാറി, അറിയില്ലേ, 0th പൊസിഷൻ കിട്ടി. അപ്പോൾ 0th പൊസിഷനിൽ എന്ത് ആഡ് ചെയ്യുന്നു, ഒരു 10 എന്നുള്ള വാല്യൂ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഒരു വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം, അതിൻ്റെ പൊസിഷൻ വെച്ച് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഏതാണോ പൊസിഷൻ, ആ പൊസിഷൻ ഇട്ടതിന് ശേഷം അതിൻ്റെ വാല്യൂ ഇടണം. ഓക്കെ, ചെറിയ ജലദോഷം ഉണ്ട്, അതുകൊണ്ടാണ് ചെറിയ ബുദ്ധിമുട്ട് എടുക്കാൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ചോദിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ എന്താ, 0th പൊസിഷനിലാണ്, അപ്പോഴാണ് 10th വാല്യൂ അസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് 0th പൊസിഷനിൽ ഇപ്പോൾ എന്ത് കിട്ടി, എന്ത് വാല്യൂ കിട്ടി, 10 കിട്ടി അല്ലേ. 5 ആണ് നമുക്ക് പൊസിഷൻ, അതായത് സൈസ്. അതിൽ 0th പൊസിഷനിൽ 10 കിട്ടി. ഇനി ഒരു പൊസിഷൻ ആണ്, അടുത്തൊരു പൊസിഷനിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഏതാ പൊസിഷൻ, 1 അല്ലേ. 0 കഴിഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 1 എന്നുള്ളത് ആഡ് ചെയ്തു. ആ 1-നുള്ളത് 20 എന്നുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്തു. മനസ്സിലായോ? മനസ്സിലാക്കി പോണേ. വീണ്ടും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ARR അത് ഡിക്ലെയർ, നമ്മൾ എന്ത് ചെയ്തു, ഒരു അറേ എന്നുള്ള വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്തു. അത് അറേയാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സൈസ് നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തതാ 5 ആണ്. 5 ആണ് അറേൻ്റെ സൈസ്. അപ്പോൾ അറേൻ്റെ സൈസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്, 0th ഇൻഡെക്സ് മുതലാണ്. അപ്പോൾ 0th ഇൻഡെക്സ് മുതലാകുമ്പോൾ ആദ്യത്തെ വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 0th ഇൻഡെക്സിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തപ്പോഴാണ് 10 എന്നുള്ള വാല്യൂ അതിന് കിട്ടിയത്. അപ്പോൾ എന്തായി, പിന്നെ 0 കഴിഞ്ഞാൽ പിന്നെ 1ാമത്തെ പൊസിഷൻ അല്ലേ. അപ്പോൾ 1th പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, 20 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2 പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 30 ആഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ, യൂസേഴ്സിനെ കാണുമ്പോൾ അതെന്താണ്, 3rd പൊസിഷനാണ്. പക്ഷെ അറേൻ്റെ കൺസെപ്റ്റിൽ അതെന്താണ്, 2th പൊസിഷനാണ്. മനസ്സിലായോ? അതാണ് നമ്മൾ ഇവിടെ 2 എന്ന് കൊടുത്തതും ഇവിടെ 3 എന്ന്. പക്ഷെ നമുക്ക് കാണുമ്പോഴോ 1, 2, 3. ശരിക്കും അറേൻ്റെ കൺസെപ്റ്റിലോ 0, 1, 2 തന്നെ ആയിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, 3ാമത്തെ പൊസിഷനിലേക്ക് ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യാണ്, 40 എന്നുള്ളത്. ഓക്കെ, 40 എന്നുള്ളത് ആഡ് ചെയ്തു. അപ്പോൾ എന്തായി, 3ാമത്തെ പൊസിഷനിൽ 40 ആയി. ഇനി 4ാമത്തെ ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. 4ാമത്തെ ഒന്ന് ആഡ് ചെയ്തു. അത് എത്രയാണ്, 50 ആണ്. 50 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, 5th പൊസിഷനിൽ നമുക്ക് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 6th, അതായത് നമ്മൾ കാണുമ്പോൾ 6ാമത്തെ പൊസിഷനാണ്, അറേൻ്റെ സൈസിൽ 5ാമത്തെ പൊസിഷൻ. അപ്പോൾ 5ാമത്തെ പൊസിഷനിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ നോക്കിയാൽ എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞിരുന്നു സൈസ് ഫില്ലാണ്, ഇനിയും സൈസ് ഇടാൻ പറ്റൂല. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് എന്തുണ്ട്, ഓരോ ഡ്രോയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. ആ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഇതിലും ഫില്ല് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാറ്റിൻ്റെ കേജ് പറഞ്ഞു, മീൻസ് കൂട്. ആ കൂടിൽ ഒരു 5 എന്തുണ്ട്, പൊസിഷൻ ഉണ്ട്, 5 കൂടുണ്ട്. ആ 5 കൂടിൽ ഓരോന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. പക്ഷെ 6ാമത്തെ ഒരു പൂച്ചം കൂടി എക്സ്ട്രാ വന്നാൽ ആ 5 കൂടിൻ്റെ അകത്ത് നമുക്ക് ഇടാൻ പറ്റൂല. കാരണം എന്താ, ഓവർലോഡാവും.
അല്ലേ? അപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെയും എന്താ ഈ 5 ആണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത്, അതായത് പൊസിഷൻ 5 ആണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത്, 6th ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ 6th ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഫില്ലായി കാണും, പറ്റൂല. റിയൽ ടൈം എക്സാം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, 4th പൊസിഷനായി. ഇനി ഞാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ, അതായത് അറേ ഓഫ് 5 ട്രൈ ചെയ്തു ഇടാൻ വേണ്ടി, മീൻസ് ഈ അറയിലേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്താൽ അത് നടക്കൂല. അപ്പം എന്ത് ചെയ്യും, എറർ ത്രോ ചെയ്യും, പറ്റൂല. അറേൻ്റെ സൈസ് 5 ആണ് എന്നുള്ളത് ഇത് പറഞ്ഞുതരും. അപ്പം ഇതെന്തായി, തെറ്റായി. ഓക്കെ, അപ്പോൾ അറേൻ്റെ സൈസ് നമ്മൾ എന്തായി, ആഡ്. ഇനി നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ അറേ ഓഫ് 0 എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 10 എന്ത് ചെയ്യും, പ്രിന്റ് ആവും. ഇനി അറേ വീണ്ടും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, അറേ ഓഫ് 1 എന്ന് പ്രിന്റ് ചെയ്താൽ എന്ത് പ്രിന്റ് ആവും, 20 പ്രിന്റ് ആവും. പിന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ അറേ ഓഫ് 2 എന്ന് പ്രിന്റ് ചെയ്താൽ എന്താവും, ഈ പറഞ്ഞ അറേ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 30 പ്രിന്റ് ചെയ്യും. ഇവിടെ സെമിക്കോളം മറന്നിട്ടുണ്ട്. നമ്മൾ ബാക്ക് എൻഡ് ടീമിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് പറഞ്ഞത്. കാരണം അവർക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഇവിടെ സെമിക്കോളം തെറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 എന്നുള്ളത് പ്രിൻ്റായി. എന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ എന്തായി, ARR 3 എന്താ ഇത് പ്രിന്റ് ചെയ്ത്. അപ്പോൾ 3 പ്രിന്റ് ചെയ്യുമ്പോൾ 40 എന്നുള്ളത് പ്രിന്റ് ആവും. വീണ്ടും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ നമ്മൾ അറേ ഓഫ് 4 എന്ന് പ്രിന്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ 50 എന്നുള്ളത് പ്രിന്റ് ആവും. വീണ്ടും നമ്മൾ ട്രൈ ചെയ്താൽ നടക്കൂല. അപ്പോൾ എറർ ത്രോ ചെയ്യും. കാരണം എന്താ, ഇവിടെ 5th ആണ് പൊസിഷൻ, അതിന് കൂടുതൽ പൊസിഷൻ ഇല്ല. മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, അതായത് അതായത് ഓൾറെഡി നമ്മൾ വാല്യൂസ് കൊടുത്ത് എന്നിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് സൈസ് കൊടുത്തിട്ട് ആ സൈസിനനുസരിച്ചിട്ടാണ് അറേനെ ഡിക്ലെയർ ചെയ്യുന്നതും. ആദ്യം ചെയ്ത അറേ എന്നുള്ളത് അതിനൊരു സൈസ് ഇല്ല, അത് എത്ര വേണമെങ്കിലും ഡിഫൈൻ ചെയ്ത് നമ്മൾ കേർലി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഓരോ വാല്യൂസ് കൊടുത്ത് പോകാം. പക്ഷെ ഇതെന്താണ്, ഒരു സൈസാണ്. ആ സൈസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്ന് വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഈ പ്രിന്റ് ചെയ്തതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് അത് വെച്ചിട്ടാണ് ചെയ്തത്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഒന്ന് പോസ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, വീണ്ടും പോയിട്ട് എന്ത് ചെയ്യുക, അത് നിങ്ങൾ ചെയ്ത് നോക്കുക, പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഇതേ ടോപ്പിക്കാണ്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ യൂസേഴ്സിൻ്റെ അടുത്ത് കുറച്ച് ഡാറ്റ നമ്മൾ ചോദിക്കാം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു 1 പൊസിഷൻ 0th പൊസിഷൻ 1 അങ്ങനെ പറഞ്ഞിട്ടാണ് വാല്യൂ അസൈൻ ചെയ്തത് അല്ലേ. ഇനി നമ്മൾ ഈ 5 പൊസിഷനിലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു യൂസേഴ്സിൻ്റെ അടുത്ത് ഡാറ്റ നമ്മൾ ചോദിക്കാം. അപ്പോൾ യൂസേഴ്സ് എൻ്റർ ചെയ്യും. അപ്പോൾ 0th പൊസിഷനിലേക്ക് ഇടാം, പിന്നെ വീണ്ടും എൻ്റർ ചെയ്യും. അങ്ങനെ 5 വട്ടം വരെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറേയിൽ 5 വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അറേൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അതായത് ഇത് ഓർഗനൈസ്ഡ് ആയിരിക്കും. നമുക്ക് എപ്പോഴും എങ്ങനെയും വാല്യൂസ് എടുക്കാൻ പറ്റും. അതാണ് അറേൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ വെച്ചാൽ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന് വേണ്ടി നിങ്ങൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്കാനറിൻ്റെ വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. കാരണം എങ്ങനെയാണ് ഒരു യൂസേഴ്സിൻ്റെ അടുത്ത് ഇൻപുട്ട് മേടിക്കുക എന്നുള്ളത് അത് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്കാനർ എന്താണെന്ന് ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സ്കാനർ എന്താണെന്ന് പറയുന്നില്ല, നേരെ എഴുതിയിട്ടാണ് പോകുന്നത്. യൂസേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഡാറ്റ എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനുവേണ്ടി ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോസിൽ ഇമ്പോർട്ട് എന്നുള്ളൊരു കീവേഡ് ഉണ്ട്. ആ ഇമ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കാനറിൽ നിന്നുള്ള പാക്കേജിന് എടുക്കുന്നത്. എന്താണ് പാക്കേജ്, എന്താണ് ഇമ്പോർട്ട്, എന്താണ് എക്സ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് കണ്ടുവരിക. ഓക്കെ, അതിനുവേണ്ടി ജാവ ഡോട്ട് യൂട്ടിൽ നിന്നുള്ള പാക്കേജിൻ്റെ ഉള്ളിലാണ് സ്കാനർ ഉള്ളത്. അപ്പോൾ സ്കാനർ എടുക്കുക. ഓക്കെ,
സ്കാനർ എടുത്തു. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്കാനർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സ്കാനർ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കാനർ എഴുതുന്നു. സ്കാനർ ഇതൊക്കെ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ മെയിൻ ക്ലാസ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നതാണ്, കാണിച്ചു തന്നിട്ടാണ് ചെയ്യുന്നത്. ആ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ എല്ലാ കോഡും എഴുതുന്നത്. ഇത് ക്ലാസ്സിൻ്റെ പുറത്താണ്, ഔട്ട് സൈഡാണ്. ഓക്കെ, സ്കാനർ എന്ന് എഴുതി. സ്കാനർ എഴുതിയതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത്? വാല്യൂ, ഏതിലേക്കാണോ വാല്യൂ വെക്കേണ്ടത് ആ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ വാല്യൂ എന്ന് ഫോർ എക്സാമ്പിൾ ഒരു വാല്യൂ എന്ന് മാത്രം കൊടുക്കുകയാണ്. ഓക്കെ, വാല്യൂ എന്ന് കൊടുക്കും. പിന്നെ അസൈൻ നമ്മൾ പറഞ്ഞു, ന്യൂ കീവേഡ് ഉണ്ട്. ആ ന്യൂ കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കാനർ എന്നുള്ളത് വിളിക്കുക. ഓക്കെ, സ്കാനർ. എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഇൻ. ഇതിങ്ങനെ തന്നെ എഴുതാനാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ എന്തായി? സ്കാനറിന് നമുക്ക് ആക്സസ് ആയി കിട്ടി. ഇനി നമ്മൾ ചോദിക്കണം, യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം, ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കണം. ചോദിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറഞ്ഞേ? വാല്യൂ. വാല്യൂ ഏതാ? ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ. വാല്യൂവിനുള്ളിൽ എന്തുണ്ട്? ഒരു ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റും കൂടി ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത്. ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ എന്താണോ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ വാല്യൂ ഡോട്ട്, ഇതൊക്കെ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വരിക. ഓക്കെ, വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്താ ഉപയോഗിക്കാൻ കാരണം അതും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കുക. നെക്സ്റ്റ് ഇൻറ്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഡാറ്റ ടൈപ്പ് ഏതാ? ഇൻറ്റിജറാണ്, നമ്പറാണ്. അപ്പോൾ നമ്പർ യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു നെക്സ്റ്റ് ഇൻറ്റ് എന്നുള്ളത്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? യൂസർ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? യൂസർ എൻ്റർ ചെയ്ത വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമുക്ക് വെച്ച് കൊടുക്കണം. എവിടെയാണ് വെച്ച് കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂസർ എൻ്റർ ചെയ്യും. ആ വാല്യൂസ് ആണ് നമുക്ക് അറേയിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോഴുള്ള അറേ എന്ന് വെച്ചാൽ ഇതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോൾ അറേൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 0th ആയിരിക്കും. ഒന്നുമില്ല, നള്ളാണ്. നള്ളെന്ന് വെച്ചാൽ ഒന്നുമില്ല, കാലിയാണ്. ഇപ്പോഴത്തെ സൈസ് മാത്രമേ ഉള്ളൂ. 5 എന്നുള്ള സൈസ് മാത്രം ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ 1 2 3 4 5 1 2 3 4 5 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അറേൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സൈസ് റെഡി ആക്കിയിട്ടുള്ളൂ, പക്ഷെ എന്താക്കിയിട്ടില്ല? അറേൻ്റെ വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ പറഞ്ഞ പോലെ സെൽഫൊക്കെ റെഡിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്ത് വെച്ചിട്ടില്ല? സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്ത് അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത വാല്യൂ നമ്മൾ 1ാമത്തെ പൊസിഷനിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ അറേ എടുക്കുക, ഈ ഡിക്ലെയർ ചെയ്ത അറേനെ എടുക്കുക. അറേ എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇനിഷ്യലൈസേഷനാണ് നടക്കുന്നത്. മനസ്സിലാക്കണം ഏത് പൊസിഷനാണ്? 0th പൊസിഷൻ അല്ലേ? ഇത് 0th പൊസിഷൻ അല്ലേ? ഇത് 0th പൊസിഷൻ. ആ 0th പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അറേ അസൈൻ ചെയ്യുന്നു. അപ്പോൾ അറേ ഓഫ് 0 വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്താണോ യൂസേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 10 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 100. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100 ആണ് ആ യൂസർ ആഡ് ചെയ്തത്. അപ്പോൾ ആ 100 എന്നുള്ള വാല്യൂ എവിടെ കിട്ടി? ഈ പൊസിഷനിൽ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ആ രീതിയിലാണ്. അപ്പോൾ 0th പൊസിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 1ാമത്തെ പൊസിഷൻ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ കൂടി ചോദിക്കാൻ നിൽക്കുകയാണ്. ഓക്കെ, അറേ ഓഫ് 1 എവിടെയാണ് വേണ്ടത്? നമുക്ക് 1ലാണ് വേണ്ടത്. 1ൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ എന്തേ? ഇപ്പോൾ യൂസർ ഫോർ എക്സാമ്പിൾ യൂസർ ആഡ് ചെയ്യുന്നത് എന്താണ്? ഒരു 250 ആണ്. 250 ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 250 എന്നുള്ള വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്. യൂസറാണ് കേട്ടോ എൻ്റർ ചെയ്യുന്നത്. നമ്മളിവിടെ എവിടെയും നമ്മളായിട്ട് എന്ത് ചെയ്തില്ല? വാല്യൂ കൊടുത്തിട്ടില്ല. യൂസേഴ്സ് ആണ് കൊടുക്കുന്നത്. ആ യൂസേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? 100 250 എന്നുള്ളത് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ 0 1 2 എന്നല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഓർഡർ തന്നെ കൊടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അങ്ങനെ ഒന്നുമില്ല. ഓർഡർ മാറ്റിയെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഓർഡറിൻ്റെ അവസാനത്തെ, അതായത് 5th പൊസിഷനിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ
ഫിഫ്ത്ത് പൊസിഷനിൽ അറേ ഓഫ് 5 എന്ന് കൊടുത്ത് ഞാനിവിടെ വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ എന്താ സംഭവിക്കുക? ഇത് ഫിഫ്ത്ത് പൊസിഷൻ ഏതാണോ ആ ഫിഫ്ത്ത് പൊസിഷനിൽ എന്ത് ചെയ്യും, നമുക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. സോറി, ഇവിടെ ഫിഫ്ത്ത് പൊസിഷൻ ഇല്ല, ഫോർത്താണ്. കാരണം എന്താ, അറേൻ്റെ സൈസ് 5 ആണ്. അപ്പോൾ ഫോർത്താണ് ഇവിടെ വരിക. അപ്പോൾ 4 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 0 1 2 3 4 ഫോർത്ത് പൊസിഷനിലായിരിക്കും ഈ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസർ ആഡ് ചെയ്യുന്ന ഒരു 300 ആണ്. 300 എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. മനസ്സിലായോ? ഇപ്പോൾ ഓർഡർ തെറ്റിയില്ലേ? ഇത് രണ്ടും ബാക്കിയില്ലേ? അപ്പോൾ ഓർഡർ എങ്ങനെയും ചെയ്യാം. നിങ്ങൾ എന്താണോ ഇവിടെ പൊസിഷൻ കൊടുക്കുന്നത് ആ പൊസിഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇപ്പോൾ 3 എന്ന് കൊടുക്കുന്നു, വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ 3 പൊസിഷൻ ഏതാ നോക്കൂ. 0 1 2 3. അപ്പോൾ 3 ഏതാ? 3 പൊസിഷൻ ഇതാ. 3 പൊസിഷനിൽ ഇപ്പോൾ ഒരു എൻ്റർ ചെയ്തത് 400 ആണ്. 400 ഒന്ന് ആഡ് ചെയ്ത് അയച്ചാൽ എന്ത് ചെയ്യും, ഇവിടെ വരും. ഇനി സെക്കൻഡ് പൊസിഷനിൽ എന്ത് കൊടുക്കുന്നു അവർ? സെക്കൻഡ് പൊസിഷനിൽ വാല്യൂ ഡോട്ട്, ഈ വാല്യൂ ഡോട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് എന്നുള്ളത് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇൻറ്റീജർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇൻഡ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ 150 ആണെങ്കിൽ 150. അപ്പോൾ എന്തായി, 4th പൊസിഷൻ, 3rd പൊസിഷൻ, 2 പൊസിഷൻ, 1 പൊസിഷൻ, 0th പൊസിഷൻ. ഇതിലെന്തായി ആഡ് ചെയ്ത് വന്ന് അവസാനം ഈ അറയെ പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ ഓരോന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ അറേ ഓഫ് 0 നോക്കുമ്പോൾ എന്തായിരിക്കും, 0th പൊസിഷനിലുള്ള 100 പ്രിൻ്റ് ആവും. ഇവിടെ 1 ആക്കി കഴിഞ്ഞാൽ എന്ത് പ്രിൻ്റ് ചെയ്യും, 250 പ്രിൻ്റ് ചെയ്യും. സെക്കൻഡ് പ്രിൻ്റ് ചെയ്താൽ 250 പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇത് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ ടെലിഗ്രാമിൽ വരാം, വീണ്ടും ചോദിക്കുക കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യും, പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് അറൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഇതും എന്ത് ചെയ്യും, രണ്ടും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറേൻ്റെ ഡിക്ലെയർ ചെയ്തു, അതുപോലെ തന്നെ ഇനീഷ്യലൈസേഷനും കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്ത് പോകാൻ പറ്റും ഈ കേസിൽ. പക്ഷെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യത്തിന് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പൊസിഷൻ, അതായത് സൈസ് നമുക്ക് നിശ്ചയിച്ചിട്ട് ആ സൈസിൽ എന്തൊക്കെ വാല്യൂസ് വരണം എന്നുള്ളത് യൂസേഴ്സിൻ്റെ അടുത്താണ് ചോദിക്കാൻ പോകുന്നത്, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സാധനം, ഈ പറഞ്ഞ കോഡ് എന്ത് ചെയ്യുന്നു, കമൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ താഴത്താണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ആ ഫയലിൽ എന്താ വരുന്ന ആ ഫയൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു പോവുക. ഓക്കെ, ഞാൻ തൽക്കാലം കമൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അത് കാണാം വീഡിയോ. ഓക്കെ, അപ്പോൾ ഓക്കെ, ചെറിയ ജലദോഷമാണ്, അതുകൊണ്ടാണ് ഈ പറയുന്ന ഇഷ്യൂസൊക്കെ. അതുപോലെ തന്നെ മുഖത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒരു അറേ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിന് സൈസ് ഡിഫൈൻ ചെയ്യണം. സൈസ് ഡിഫൈൻ ചെയ്തതിന് ശേഷം അതിൽ വാല്യൂസ് നമ്മൾ കൊടുക്കണം, അല്ലേ? ആദ്യം അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റ് ഒരു വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പറാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കൊടുത്തു. എന്നിട്ട് വേരിയബിൾ നെയിം കൊടുക്കുന്നു, ARR എന്നുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു അറേയാണ് പറഞ്ഞ് മനസ്സിലാക്കി സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ എന്താണോ ഡാറ്റ ടൈപ്പ് കൊടുത്തതിന് ശേഷം അറേൻ്റെ വാല്യൂ ഞാനൊരു 5 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇത് സെമിക്കോളൻ. ഓക്കെ, ഇപ്പം എന്തായി, അറേ ഡിക്ലറേഷൻ നടന്നു. പിന്നെ അറേൻ്റെ സൈസ് നമ്മൾ എന്ത് ചെയ്തു, അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അറേക്ക് വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു അറേൻ്റെ വാല്യൂസ് കൊടുക്കേണ്ടത്. അറേ ഓഫ് 0th പൊസിഷനിൽ എന്താണ് വേണ്ടത്, അസൈൻ 100. പിന്നെ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ അറേ ഓഫ് 1 കൊടുത്തു. 1 കൊടുത്തപ്പോൾ എന്തായി, 1ാമത്തെ പൊസിഷനിൽ 200. ഓക്കെ, ദെൻ അറേ ഓഫ് 2. ഓക്കെ, 2th പൊസിഷനിൽ എന്താണ് വേണ്ടത്, 300. ഓക്കെ,
പിന്നെ എന്തായി തേർഡ് പൊസിഷനിൽ എന്താ വേണ്ടത്? തേർഡ് പൊസിഷനിൽ വേണ്ടത് അസൈൻ 400. ഓക്കെ, ദെൻ സെമിക്കോളൻ. പിന്നെ അറേ ഓഫ് 4 എന്ന് കൊടുത്തു. 4ൽ എന്താ വേണ്ടത്? അസൈൻ 500. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? അറേ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു. ഈ 5th പൊസിഷനിൽ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്നൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം നമുക്ക്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്. ഓക്കെ, പ്രിൻ്റെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അറേനെ എന്ത് ചെയ്യണം? ഓരോന്നായി പ്രിൻ്റ് ചെയ്ത് നോക്കാം. അറേ ഓഫ് 0 എന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക? സേവ് ചെയ്യുക അറിയാലോ, Ctrl S ആണ്. മാക്കിലാണെങ്കിൽ Command S ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഈ പറഞ്ഞ സൈഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ജാവ സാമ്പിൾ എന്നുള്ള ഫയൽ നെയിമാണ് ഞാൻ കൊടുക്കുന്നത്. sample.java എന്നുള്ളത് കൊടുത്ത് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു എറർ ത്രോ ചെയ്തു. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഈ അറേയിൽ ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബോർഡിൽ അത് കാണിച്ചിട്ടില്ല. അത് നെക്സ്റ്റ് കാണിച്ചു തരാം. അതെന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ന്യൂ എന്നുള്ള കീവേഡ് ഇവിടെ ഉപയോഗിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്കാനറിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. സ്കാനറിൽ കണ്ട് നമ്മൾ ന്യൂ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടാണ് പിന്നെ സ്കാനറിൽ എന്ത് ചെയ്യുന്നത്? ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നത് ഒരു സംഭവത്തിലേക്ക്. ഇപ്പോൾ വാല്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വാല്യൂ എന്നാണ്, ഒബ്ജക്റ്റാണ്, OBJയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ന്യൂ എന്നുള്ള കീവേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക. അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേൻ്റെ സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ ന്യൂ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ന്യൂ എന്നുള്ള കീവേഡ് കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? നമുക്ക് ഒരു എറർ ത്രോ ചെയ്തത്. അവിടെ കണ്ടോ, ഇൻറ്റ് എന്നുള്ള അറേ സൈസ് 5 എന്ന് കൊടുത്തപ്പോഴാണ് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കൊടുത്തപ്പോഴാണ് ഈ ന്യൂ എന്ന് പറഞ്ഞതാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എഫക്റ്റായി കിട്ടിയത്. അതുകൊണ്ടാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്താ ഒന്നും കൂടി റൺ ചെയ്യുക. ഇപ്പം ഞാൻ ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂ എന്ന് കൊടുത്ത് Ctrl S അടിച്ചു, അതായത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ സ്പേസ് sample.java എന്ന് കൊടുത്ത് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 പ്രിൻ്റ് ചെയ്തു. ഇവിടെ 100 പ്രിൻ്റ് ചെയ്യാൻ കാരണം എന്താ? ഇവിടെ 100 പ്രിൻ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ 0th പൊസിഷനിൽ എന്താ ഉള്ളത്? 100 ആണ് ഉള്ളത്. ആ 100 ആണ് ഇവിടെ നമുക്ക് പ്രിൻ്റായി കിട്ടിയത്. മനസ്സിലായോ? പ്രിൻ്റായി കിട്ടിയത് 100 ആണ്. ഓക്കെ, ദെൻ എന്താ ചെയ്യുക വെച്ചാൽ നെക്സ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ പിന്നെ ഒരു 200 ഉണ്ട്. ആ 200 പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 എന്ന് കൊടുത്തു, വീണ്ടും സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ സ്പേസ് sample.java എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും 200 പ്രിൻ്റായി. ഓക്കെ, ഇനി എല്ലാതും പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി എന്ത് ചെയ്യുക? പ്ലസ് കൊടുക്കുക, വീണ്ടും അറേ ഓഫ് 2 എന്ന് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇവിടെ പോയിട്ട് ജാവ സ്പേസ് sample.java എന്നുള്ളത് കൊടുത്താൽ എന്ത് ചെയ്യും? കണ്ടോ, 500. അത് പ്ലസ് ആയതുകൊണ്ടാണ്, സോറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ 1 പൊസിഷനിൽ ഏതാ ഉള്ളത്? 1 പൊസിഷനിലുള്ളത് 200 ആണ്. 200 കഴിഞ്ഞിട്ട് പിന്നുള്ള പൊസിഷനാണ് സെക്കൻഡ് പൊസിഷനാണ് 300. അപ്പോൾ എന്തായി? പ്ലസ് ആയപ്പോൾ 500 കിട്ടി. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കിയാൽ നമുക്ക് ആദ്യം അത് നോക്കാം. ചെയ്ത സ്ഥിതിക്ക് നമുക്കത് ചെയ്ത് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. ARR എന്നുള്ളത് ഓഫ് 3 കൊടുത്തു. 3 പൊസിഷൻ കൊടുത്താൽ ഇപ്പോൾ എന്താവാ? ഇപ്പോൾ 1 പൊസിഷനിലുള്ള 200ഉം 2 പൊസിഷനിലുള്ള 300ഉം 3 പൊസിഷനിലുള്ള 400ഉം പ്ലസ് ആയിട്ടാണ് നമുക്ക് ഡാറ്റ കിട്ടുക. ഓക്കെ, ജാവ sample.java എന്നുള്ളതാണ് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 900 ഇവിടെ കിട്ടി. ഉണ്ടാവും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം നമുക്ക് ഇനി യൂസേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഡാറ്റ എടുക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു സ്കാനറിന് വേണ്ടി ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഏറ്റവും ടോപ്പിൽ ഇമ്പോർട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ കൂടുതൽ ചെയ്യാത്തത്. ഇമ്പോർട്ട് കൊടുത്തതിന് ശേഷം ജാവ ഡോട്ട് യൂട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാക്കേജ് ഉള്ളത് സ്കാനർ എന്നുള്ളത്, അതിന് സ്കാനർ എന്നുള്ളത് എടുക്കുക. ഓക്കെ, സ്കാനർ എന്ന് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യും? ഫുൾ കോളം സെമിക്കോളം കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ തൽക്കാലം ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. നിങ്ങൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അതായത് അടുത്തൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് ആ ഫയലിൽ നിങ്ങൾ ചെയ്ത് നോക്കുക.
അതല്ലാതെ ഇതിൽ തന്നെ ഞാൻ ചെയ്ത പോലെ ചെയ്യണ്ട. അടുത്ത ഫയലൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൂപ്പിന് വീഡിയോ ഒക്കെ കാണുക, എന്നിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്തു വരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാം, വീണ്ടും സ്കാനർ എന്ന് ഉപയോഗിച്ചിട്ട് സ്കാനർ സ്പേസ് വാല്യൂ എന്നാണ് ഞാൻ കൊടുത്തത്. വാല്യൂ എന്ന് കൊടുത്തു. അതായത് യൂസേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഡാറ്റ എടുക്കണം. ആ ഡാറ്റ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. വാല്യൂ കൊടുത്തു. വീണ്ടും ന്യൂ കണ്ടോ, നേരത്തെ നമ്മൾ ഓക്കെ. അപ്പോൾ ന്യൂ കണ്ടതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, സ്കാനർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്താണ് ന്യൂ കീവേഡ്, ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, സിസ്റ്റം ഡോട്ട് ഇൻ എന്നുള്ളത് ഇതിനുള്ളിൽ കൊടുക്കുക. കൊടുത്ത ശേഷം സെമിക്കോളം കൊടുക്കുക. വീണ്ടും താഴ്ത്ത് വരിക. താഴ്ത്ത് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാല്യൂ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒരു അറേ ഡിക്ലെയർ ചെയ്യണം. കാരണം എന്താ, അറേൻ്റെ സൈസ് വെച്ചിട്ടല്ലേ നമ്മൾ അറേക്കല്ലേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു ടോപ്പിൽ വരിക. ടോപ്പിൽ നിലക്കൊക്കെ താഴത്താണെങ്കിലും ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ ടോപ്പിലാണ് ചെയ്യുന്നത്. ഇൻറ്റ് കൊടുത്തു, അറേ ഓഫ് കൊടുത്തു, അറേയാണ് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ എന്ത് സൈസാണ് ഞാൻ കൊടുക്കുന്നത്. സൈസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ന്യൂ കീവേഡ് ഉപയോഗിക്കുക. എന്നിട്ട് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, സൈസ് ഡിഫൈൻ ചെയ്യുക. ഞാൻ ഇപ്പോൾ 5 എന്ന് കൊടുക്കുന്നു. കൊടുത്ത ശേഷം സെമിക്കോളം കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുന്നു, ഇപ്പോഴാണ് നമുക്ക് അറേയിൽ ഇൻസെർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇൻസെർട്ട് ചെയ്യേണ്ടത് എന്തില്ല, 0th പൊസിഷൻ മുതൽ നമുക്ക് 5th വരെ നമുക്ക് ഇൻസെർട്ട് ചെയ്യണം. അതിനുവേണ്ടി അറേ ഓഫ് 0ൽ നമ്മൾ അസൈൻ ചെയ്യാണ്. യൂസർ എന്താണോ വാല്യൂ അസൈൻ ചെയ്യുന്നത് അതാണ് കിട്ടേണ്ടത്. അപ്പോൾ വാല്യൂ ഡോട്ട്, ഈ വാല്യൂ ഏതാ മനസ്സിലായില്ലേ, ഈ വാല്യൂ ആണ് ഈ വാല്യൂ. അപ്പോൾ വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. എന്താണ് നെക്സ്റ്റ് ഇൻറ്റ് ഉപയോഗിക്കാൻ കാരണം, നെക്സ്റ്റ് ഇൻറ്റ് എന്നുള്ളത് നമ്മൾ ഒരു ഡാറ്റ ടൈപ്പ്, അതായത് നമ്പർ ആയതുകൊണ്ടാണ് നെക്സ്റ്റ് ഇൻറ്റ് എന്നുള്ളത് ചോദിക്കുക. സ്ട്രിംഗ് ആണെങ്കിൽ നെക്സ്റ്റ് ലൈൻ എന്നുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇൻറ്റ് എന്നുള്ളത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായി, ഒരു വാല്യൂ കിട്ടി. വീണ്ടും എന്ത് ചെയ്യുന്നു, അറേ ഓഫ് 1ലാണ് നമ്മൾ കൊടുക്കുന്നത്. അറേ ഓഫ് 1ൽ എന്ത് ചെയ്യുന്നു, വീണ്ടും വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് കൊടുത്തു. എന്നാൽ ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇവിടെ വാല്യൂസ് മേടിക്കുകയാണ് യൂസറിൻ്റെ അടുത്ത്. ഓക്കെ, യൂസേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അറേ ഓഫ് 2 എന്ന് കൊടുത്തു. 2 എന്ന് കൊടുത്തപ്പോൾ വീണ്ടും അസൈൻ വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഇൻറ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇൻറ്റ് എന്ന് കൊടുത്തു. പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ ഫുൾ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം വാല്യൂസ് വന്നു എന്ന് അറിയണ്ടേ. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, പ്രിൻ്റ് നമുക്ക് അറേൻ്റെ പൊസിഷൻ 0th പൊസിഷനിൽ വാല്യൂ വന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതിന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും പോയിട്ട് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഔട്ട്പുട്ട്. എന്തോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഓക്കെ, സോറി, എൻ്റർ ചെയ്യാൻ വേണ്ടി പറയാണ്. അതായത് യൂസറിൻ്റെ അടുത്ത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ എൻ്റർ ദ വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. നമുക്ക് അതും കൂടി ചെയ്ത് നോക്കാം. അതിന് വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളിവിടെ ഈ എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്, ഇത് തൊട്ട് മുമ്പിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കി. ഇപ്പോൾ നമുക്കൊരു ഇഷ്യൂ വന്നു, അതായത് എന്താ നീങ്ങാത്തെന്നുള്ള ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടായി. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ പോയിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് നമ്മൾ ചോദിക്കുക. യൂസറിലേക്ക് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. എന്ത്, എൻ്റർ എ നമ്പർ ഫോർ ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി സേവ് ചെയ്തിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യുക, റൺ ചെയ്താൽ മതി. ഇത് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുക. വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ എറർ വന്നിട്ടുണ്ട്. ഈ എറർ എന്താണെന്ന് നോക്കുക. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ സെമിക്കോളം കൊടുത്തിട്ടില്ല, അതാണ്. വീണ്ടും സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുക്കുക. അത് കണ്ടോ, എൻ്റർ എ നമ്പർ ഫോർ ഫസ്റ്റ് പൊസിഷൻ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 100 ക്ലിക്ക് ചെയ്യുന്നു. 100 ക്ലിക്ക് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്ത് അപ്പോൾ എന്താ വീണ്ടും ചോദിക്കുകയാണ്. കാരണം എന്താ, രണ്ടാമത്തെ ഇത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ
വീണ്ടും ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ എന്ന് ചെയ്യുക. നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കില്ലാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക. കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് വിടുക, ഒഴിവാക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക. ടൈപ്പിംഗ് സ്കില്ല് എന്ത് ചെയ്യുക, ഇൻക്രീസ് ആവും. ടൈപ്പിംഗ് സ്കില്ലൊക്കെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരാളെ മുന്നിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും. ടൈപ്പിംഗ് ഒക്കെ നല്ല രീതിയിൽ, കൈയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം. അപ്പോൾ എൻ്റർ എ നമ്പർ ഫോർ സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, പൊസിഷനിൽ കൊടുത്തു. അപ്പോൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യുക, രണ്ടാമത്തെ എൻ്റർ കഴിയുമ്പോൾ അത് ചോദിക്കും. മൂന്നാമത്തേലും നിങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ടെർമിനലിൽ വന്നതിന് ശേഷം ഇവിടെ 200 കൊടുത്തു, എൻ്റർ കൊടുത്തു. പിന്നെ 300 കൊടുത്തു തേർഡ് പൊസിഷന്. ഓക്കെ, അപ്പോൾ എന്തായി കണ്ടോ, ഇവിടെ പ്രിൻ്റായി കിട്ടി നമുക്ക് 100 200 എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്ത് എന്താണ്, അറേ ഓഫ് 0 ആണ്. 0 മാത്രം ഇവിടെ പ്രിൻ്റായി, അതാണ് 100. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതാണ്. ബാക്കിയുള്ളതൊക്കെ എന്തായി, പ്രിൻ്റായിട്ടില്ല. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഇവിടെ മാറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കുക. 1 പൊസിഷൻ ആയാൽ എന്തായിരിക്കും, 1 പൊസിഷനിൽ എന്താണ് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഒരു വാല്യൂ യുവർ റിസൾട്ട് ഈസ് എന്നുള്ളത് കൊടുത്തിട്ട് യുവർ റിസൾട്ട് ഈസ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ. ഈ പ്ലസ് ബട്ടൺ എന്തിനാ മനസ്സിലായോ, നമുക്കൊരു വേരിയബിൾ കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ വേണം, ഇല്ലെങ്കിൽ എറർ ത്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ജാവ സാമ്പിൾ ഡോട്ട് ജാവ എന്ന് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ 100 കൊടുത്തു. പിന്നെ സെക്കൻഡ് പൊസിഷൻ എൻ്റർ ചെയ്യാൻ പറയുന്നു, 200 കൊടുത്തു. തേർഡ് പൊസിഷനിൽ ഒന്നും കൊടുത്തിട്ടില്ല, സിസ്റ്റം ഡോട്ട് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നും ചോദിക്കാത്തത്. അപ്പോൾ വീണ്ടും ഞാൻ 500 ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, യുവർ റിസൾട്ട് ഈസ് 200 ഏതാ, സെക്കൻഡ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനാണ്. ആ ഫസ്റ്റ് പൊസിഷനിൽ എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, 200 ആണ്. അതുകൊണ്ടാണ് 200 ഇവിടെ പ്രിൻ്റ് ആയത്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ പറഞ്ഞ 5th പൊസിഷനിലും സൈസിലും നിങ്ങൾ ആഡ് ചെയ്ത് പോവുക. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇപ്പം ഞാൻ 3, അതായത് 0 1 2 എന്നുള്ള സെക്കൻഡ് പൊസിഷൻ വരെ മാത്രമാണ് വാല്യൂ ആഡ് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിസ്റ്റം ഡോട്ട് സെക്കൻഡ് പൊസിഷനിൽ ആഡ് ചെയ്യുക, തേർഡ് പൊസിഷനിൽ ആഡ് ചെയ്യുക എന്ന് യൂസേഴ്സിനോട് ചോദിക്കുക. അപ്പോൾ യൂസർ എൻ്റർ ചെയ്തിട്ട് അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അതുപോലെ തന്നെ അത് സം ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയും നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, കീപ്പ് വാച്ചിങ്.